വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:37 മുതൽ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചേട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാനിച്ചിരിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അവനോട് പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാനിച്ചിരിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ ദുഷ്ടനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ ആകുകയും. ഗിരിപ്രഭാഷണത്തിൽ 5:48 വാക്യത്തിൽ സൽഗുണപൂർണരാകണമെന്ന് സ്വർഗത്തിലെ പിതാവിന്റെ പുത്രനായ ലോകത്തിൽ അവതരിച്ച് അതിശനായതിന്റെ പ്രതിമയായി വന്ന യേശു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. സൽഗുണപൂർണരാകാതെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവിനെ അപമാനിക്കുക. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്നും കൂടെ എന്നോട് പറയുന്നുണ്ട്. നമ്മൾ സ്വർഗസ്വനായ പിതാവിനെ വിളിച്ചിട്ട് അവന്റെ നാമം അശുദ്ധമാക്കുകയാണ്. സ്വർഗസ്വനായ പിതാവേ എന്ന് ചൊല്ലുന്ന നമ്മളെ കണ്ടിട്ട് പിതാവിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലെങ്കിൽ, ഒരു സൽഗുണവും നമ്മളില്ലെങ്കിൽ നമ്മൾ പിതാവിനെ അപമാനിക്കുകയാണ്. അങ്ങനെ എത്ര നാളായി സ്വർഗസ്വനായ പിതാവ് ചൊല്ലി തുടങ്ങിയിട്ട്? ഈ കുർബാനയ്ക്കിടയിൽ നമ്മൾ ഇന്നോട് ചൊല്ലാൻ പോവുക, യാമപ്രാർത്ഥനയ്ക്കൊന്ന് ചൊല്ലി ഇനി ഇത് ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോഴെല്ലാം പിതാവ് വേദനിക്കുകയാണോ? ഇവരെന്നെ അപ്പാന്ന് വിളിക്കുന്നു, പിതാവേ എന്ന് വിളിക്കുന്നു, എന്റെ ഒരു ഗുണമൊട്ട് ഇല്ലതാനും. കാരണം ഈ പിതാവിൽ നിന്ന് വീണ്ടും ജനത്തിന്റെ അനുഭവത്തിൽ ആത്മനിറവിൽ ആത്മപരങ്ങൾ വിളയിച്ച സൽഗുണപൂർണരായില്ലെങ്കിൽ ഈ പിതാവിൽ നിന്നുള്ള വിളി തന്നെ ശാപവും പാപവുമായി തീരുകയാണ്. അതിന് നമുക്ക് ഒരിക്കൽ കൂടെ പാപത്തിനെപ്പാട് നടത്തുക. കർത്താവേ, നിന്റെ ലക്ഷണം കാണിക്കാതെ ഞങ്ങൾ നിന്നെ അപമാനിച്ചുകൊണ്ട് നിന്നെ അപ്പാന്ന് വിളിച്ചു. ഇനി നിന്നെ ഞങ്ങൾ അപ്പാന്ന് വിളിക്കുന്നത് നിന്റെ ഗുണം കാണിച്ചുകൊണ്ടാകാൻ സഹായിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളോട് യാത്ര പറയാൻ ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ട്. സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ഈ ആഴ്ചകൾ സ്ലീവായുടെ വിവിധ വശങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന കാലയളവാണല്ലോ. അടുത്ത ഞായറാഴ്ചത്തെ ഇവിടുത്തെ വിശുദ്ധ കുർബാന 7 തൊട്ട് 8:30 വരെ നടക്കുമ്പോൾ അത് ആത്മാവിൽ സത്യത്തിലും ആകുവാൻ വേണ്ടി നമ്മുടെ വാതുക്കൽ കിടക്കുന്ന പാപത്തെ ചവിട്ടി നമ്മൾ പാപത്തിന് മരിച്ചവരും നീതിക്ക് ജീവിക്കുന്നവരുമായി സൽഗുണപൂർണനായ പിതാവിന്റെ മക്കളാണെന്ന് കാണുന്നവരൊക്കെ പറയണം. എങ്കിലേ സ്വർഗസ്വനായ പിതാവെ ചൊല്ലുകൊണ്ട് ദൈവനാമം മോഹത്തപ്പെടുകയുള്ളൂ. ഇന്ന് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് ദൈവനാമം ദുഷിപ്പിക്കുന്നതുകൊണ്ട് കർത്താവിന് ഭയങ്കര ദുഃഖമാണ്. അവിടെ സ്വർഗത്തിലെ പിതാവിനെ നമ്മൾ പിതാവേ എന്ന് വിളിച്ചാൽ അപ്പന്റെ സ്വഭാവം കാണിച്ചിരിക്കണം, അല്ലെ അപ്പന് മാനക്കേടാണ്. അത് നിങ്ങളുടെ വീട്ടിലറിയാമല്ലോ. മാതാപിതാക്കൾക്ക് മാനക്കേട് വരുത്തക്കൊണ്ട് മക്കൾ പെരുമാറിയാൽ ആർക്കാ വേദന? ഇതാരുടെ മക്കളാ, ആരുടെ മകളാ, ആരുടെ മകനാന്ന് ചോദിച്ചാൽ അവരെ കളിയാക്കും. അങ്ങനെ എത്ര നാളായി സ്വർഗത്തിലെ പിതാവിനെ ഈ ലോകത്തിലെ മനുഷ്യർ കളിയാക്കി തുടങ്ങിയിട്ട്? പള്ളിയിൽ പോകുന്നവര്, സ്വർഗസ്വനായ പിതാവെ ചൊല്ലുന്നവരെ പിതാവിന്റെ ഒരു ഗുണവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയതിന്റെ ആ ശിക്ഷ മാറാൻ വേണ്ടി നമ്മൾ അനുദപിക്കണം, പ്രാർത്ഥിക്കുക, അതിനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സൽഗുണപൂർണനായ പിതാവിന്റെ സ്വഭാവം കാണിക്കണമെങ്കിൽ പിതാവിന് ജന്മം കൊണ്ടാണ് സ്വഭാവം കിട്ടുന്നത്. ജന്മസമയത്ത് ചില അശുദ്ധാത്മാക്കൾ കൂടി അവകാശം കിട്ടുന്നത് കൊണ്ടാണ് അരുതാത്തത് പ്രവർത്തിക്കുന്നത്. കയീൻ ആദാമിന്റെ മകനായിരുന്നെങ്കിലും ആദ്യത്തെ ആദാമിന്റെ ഹവ്വയുടെയും സന്തതിയായിരുന്നെങ്കിലും ദുഷ്ടനും കൂടെ ആ കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറയും. ആദാമിന് വലിയ കൈയൊന്നും കൂടെ ഇല്ലായിരുന്നു, ദുഷ്ടനായിരുന്നു മുൻകൈ എടുത്തത്. ദുഷ്ടനിൽ നിന്നാണ് കായൻ ജനിച്ചതെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ജന്മങ്ങളുടെയും പുറയിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഏതെങ്കിലും ആത്മാക്കൾക്ക് കൂടെ കൈയുണ്ടെന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ചിലരെ കണ്ടിട്ട്
സർപ്പസന്തതികളെ നിലവിളിച്ച് അവരെ പരിഹസിക്കുന്നുണ്ട്. അപ്പൊ സർപ്പത്തിൽ നിന്നും മനുഷ്യരുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ജന്മത്തിൽ സർപ്പത്തിനുള്ളതായ സ്വാധീനം മാറ്റിയെങ്കിൽ മാത്രമേ പിതാവിന്റെ സ്വഭാവം കാണിക്കാനൊക്കുള്ളൂ. നമ്മളിൽ ദൈവത്തിന്റെ സ്വഭാവം കാണുന്നില്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ഒന്നാം ജന്മത്തിൽ ഏതെങ്കിലും സർപ്പങ്ങൾ കൂടെ അവകാശം കാണും, ഏതെങ്കിലും അശുദ്ധാത്മാക്കൾക്ക് അതിൻ്റെ കൂടെ അവകാശം കാണും. അതുകൊണ്ടാണ് ഒന്നുകൂടെ ജനിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മാമോദീസായിൽ ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു, എന്റെ ജന്മത്തിൽ എന്റെ അപ്പനും അമ്മയും മാത്രമല്ല ഏതോ പിശാചും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് സ്വർഗത്തിലെ അപ്പന്റെ സ്വഭാവം കാണിക്കാത്തത്. അതുകൊണ്ട് നല്ല മാതാപിതാക്കളിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ ബലഹീന നിമിഷത്തിലാണ് ഉണ്ടായതെങ്കിൽ ആ ബലഹീനത ആ കുഞ്ഞിന് കാണും. അതുകൊണ്ട് ബലഹീനതകളെല്ലാം മാറ്റി പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് നിറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഭാര്യയെ ഭർത്താവിനെ ശരിക്ക് സന്തോഷിപ്പിച്ച് കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സൽസ്വഭാവം കാണുകയുള്ളൂ. മദ്യപിച്ച് പിണങ്ങി വൈരാഗ്യത്തോടെ അറിയാതെ ഉറക്കത്തിലും ലഹരിയുടെ സാന്നിധ്യത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മനുഷ്യന്റെ സ്വഭാവമായിരിക്കില്ല, പിശാചിന്റെ സ്വഭാവമായിരിക്കും. ഇതിനാരാണ് ഉത്തരവാദി? അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവിന്റെ വീണ്ടും ജന്മത്തിന്റെ അനുഭവത്തിൽ പിതാവിന്റെ സ്വഭാവം കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നാം ജന്മത്തിലെ കെടുതികൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ ജനിച്ച് രണ്ടാമത് ജനിക്കാമെങ്കിൽ സ്വർഗത്തിലെ പിതാവിന്റെ സ്വഭാവം കാണിക്കാൻ സാധിക്കും. മാമോദീസായിൽ ആ വീണ്ടും ജന്മത്തിന്റെ അനുഭവം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. അത് ഒരു നദി പോലെയാണെന്ന് യെഹെസ്കേൽ 47 പറയുന്നു. മാമോദീസായിൽ ജീവജലത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും അഭിഷേകത്തിന്റെ തുടക്കമാണ്. അത് 100% ആകണമെങ്കിൽ നമ്മുടെ കാല് നനയാൻ മാത്രമുള്ള ഒരു നദി തലയുടെ മുകളിൽ എത്തിക്കുന്ന പോലെ ശ്രമകരമായ ഒരു വലിയ വേലയാണെന്നുള്ള കാര്യം യെഹെസ്കേൽ 47 പറയുന്നു. മാമോദീസ മുങ്ങിയപ്പോൾ നമ്മുടെ പാദം നനയാനുള്ള ഒരു വെള്ളത്തിൽ നമ്മളെ കുളിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അത് 1000 അടി തിന്മയുടെ അവകാശങ്ങൾ അളന്നു തീർത്തതിന് ശേഷമാണ് ഈ വെള്ളം പൊങ്ങി പൊങ്ങി വരുന്നത്. തിന്മയുടെ അവകാശങ്ങൾ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ ഈ വെള്ളം പൊങ്ങി നമ്മുടെ തലയുടെ മുകളിലെത്തും. കൈപൊക്കിയാലും കൈയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന് നനവുള്ളവരായിരിക്കും. ആ നനവുള്ളവരെ പിശാച് തൊടുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനത്തിന്റെ അനുഭവം പൂർണ്ണതയുണ്ടെങ്കിൽ നമുക്കൊരു പാപവും ചെയ്യാൻ ഒക്കുകയില്ല, പിശാച് നമ്മളെ തൊടാൻ ഒക്കുകയില്ലെന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ ഒരു 16 തൊട്ട് 19 വരെയുള്ള ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ പിശാച് നമ്മളെ തൊടുന്നുണ്ടെങ്കിൽ തൊടുന്നത് ജീവജലത്തിന് നനവില്ലാത്തതാണ്. ജീവജലത്തിന് നനവില്ലാതെ ഉണങ്ങിയിരിക്കുന്നത് പിശാചിന് തൊടാൻ സാധിക്കും. നമ്മളെ പിശാച് തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ജീവജലത്തിന്റെ നനവുള്ളവരായിരിക്കണം. നനവ് വേണമെങ്കിൽ എല്ലാ യാമപ്രാർത്ഥനകളും ഇടപെടാതെയുള്ള സ്തുതിയും പ്രാർത്ഥനയും എല്ലാം ഈ ജീവജലത്തിൽ നമ്മളെ നനച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തിന്മയെ നമുക്ക് തൊടാനൊക്കെ നമ്മളെ തൊടുകയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ കുറവുകൾ കണ്ടെത്തി അതിന് പരിഹാരം വരുത്തുവാൻ യാമപ്രാർത്ഥനകളും ഉപവാസങ്ങളും പ്രാർത്ഥനയും നോമ്പ് ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ചത്തെ വിശുദ്ധ കുർബാനയോടൊപ്പമുള്ള ധ്യാനോട് സമാഹരിക്കുന്നു. ഇനിയും ആഹാരം കഴിക്കാനുള്ളവർക്ക് ആഹാരം കഴിക്കാൻ അവസരമുണ്ട്. ഒരു അരമണിക്കൂർ ഇന്റർവെലുണ്ട്. 9 മണിയാകുമ്പോൾ മൗന ധ്യാനം ആരംഭിക്കും. സ്വയപരിശോധന നടത്തി വേദപുസ്തകം വായിച്ച് വേദപുസ്തകത്തിന്റെ ആ വചനങ്ങൾ നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകി കുറ്റബോധത്തോടെ കരയാനും പ്രാർത്ഥിക്കാനും വിലപിക്കുവാനും 1 മണിക്കൂർ മൗനമായി മാത്യു സമ്പാദിനെ പോലെ മൗനവ്രതം എടുക്കാനുള്ള സമയമാണ് 9 മുതൽ 10 വരെ. 10 മണി മുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടാനുള്ള സമയമുണ്ട്. 11 മണി മുതൽ വേദോത്സവം വായിച്ച് വചനം പഠിക്കുവാനുള്ള അവസരം ലഭിക്കും. 11:30 11:45 ധ്യാനം തീരുന്നതാണ്. അപ്പോഴും നേർച്ചക്കഞ്ഞി ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരിക്കാം. ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടവർക്ക് ഇപ്പോൾ പോകാം. കാപ്പി കുടിക്കേണ്ടവർക്ക് കാപ്പി കുടിക്കാം. ഉപവാസം തുടരേണ്ടവർക്ക് ഉപവാസം തുടരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യജമാനൻ വരുമം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുന്നു. കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കയീന് വളരെയധികം കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്താണ് ഇതിന്റെ കാരണം? 3, 4 വാക്യങ്ങളിൽ കുറെ കാലം കഴിഞ്ഞ് കയീൻ നിലത്തിലെ വിളവിന്റെ ഒരംശം ദൈവത്തിന് വഴിപാടായി കൊണ്ടുവന്നു. ഹാവേലിൽ നിന്റെ ആട്ടിൻകുട്ടിയെ തോട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാവേലിനും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് വളരെയധികം കോപമുണ്ടായി.
മുഖം വാടി. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ കോപം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ധ്യാനത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവപ്രസാദം കിട്ടുന്നുണ്ടോ? ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ കുർബാനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ഭക്തിയിൽ, നമ്മുടെ നേർച്ച കാഴ്ചകളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അങ്ങനെ ഈ ചോദ്യത്തിന് മറുപടി രണ്ടു തരത്തിൽ പറയാം. ദൈവം പ്രസാദിക്കുന്നവരും ദൈവം പ്രസാദിക്കാത്തവരുമായ രണ്ട് കൂട്ടരെ എവിടെയും കാണാൻ സാധിക്കും. ദൈവപ്രസാദം ലഭിക്കുന്നവരോട് ദൈവപ്രസാദം ഇല്ലാത്തവർക്ക് കോപം വരുന്നു, അസൂയ വരുന്നു. ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്? കയീന്റെയും ഹാബേലിന്റെയും ബലികളിൽ ഉള്ള വ്യത്യാസം എന്താ, പ്രത്യേകത എന്താണ്? കയീൻ നിലത്തിലെ വിളവിന്റെ ഒരംശം ദൈവത്തിന് വഴിപാടായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അതിനകത്ത് ദൈവപ്രസാദം ഉണ്ടായില്ല. ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പൊ ദൈവം നമ്മിൽ പ്രസാദിച്ചെങ്കിലേ നമ്മൾ കൊടുക്കുന്നതിൽ പ്രസാദം വരികയുള്ളൂ. അപ്പൊ ദൈവപ്രസാദം നഷ്ടപ്പെടുത്തുന്നതായ എന്തെങ്കിലും അവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ മുതലായവ ദൈവം സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മളെ ദൈവം സ്വീകരിക്കണം. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ തരുന്ന കാര്യം നമുക്ക് വാങ്ങിക്കാൻ മടി തോന്നും. ഇഷ്ടമുള്ളവർ തരുന്നത് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. അപ്പം ദൈവം നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പറയുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിന് കാര്യം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കയീന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കാഞ്ഞതിന്റെ കാരണം എന്താ? കയീന്റെ ഹൃദയം മോശമായിരുന്നു. കയീൻ ദൈവത്തിന് പ്രസാദം വരത്തക്കതായ തിരുന്നതിലല്ല താൻ ജീവിച്ചത്. തന്നിൽ കർത്താവിന് കയീന് ദൈവപ്രസാദം വരത്തക്കതായ ഒരു മനോഭാവമോ ഹൃദയമോ വികാരമോ വിചാരമോ ആരാധനയിൽ കണ്ടില്ലെന്നാ പറയും. അതിന്റെ കാരണം എന്താ? ഇങ്ങനെ കൂട്ടായ്മ യോഗങ്ങളിലെ, കുർബാനയിലെ, പ്രാർത്ഥനയിലെ, ആരാധനയിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ദൈവം പ്രസാദിക്കുന്നവരും ദൈവം പ്രസാദിക്കാത്തവരും അവർ തമ്മിൽ വിരോധം വരുന്നു. അങ്ങനെയാണ് പല ഗ്രൂപ്പുകളുണ്ടാകുന്നത്. പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പൊരുത്തക്കേടുകൾ വന്നിട്ട് മാറി മാറി പിരിഞ്ഞു പിരിഞ്ഞു പോകുന്ന മനോഭാവങ്ങൾ. ഇവിടെ ഇതാ ആദാമിന്റെ കുടുംബത്തിൽ രണ്ടുപേരേ ഉള്ളൂ, രണ്ട് മക്കളേ ഉള്ളൂ. അവർ രണ്ട് ഗ്രൂപ്പായി. അവർക്ക് രണ്ടുപേർക്കും ഒരുമനമില്ലാതായി, കോപമായി, വൈരാഗ്യമായി, പ്രതികാരചിന്തയായി, അങ്ങനെ അങ്ങ് പോവുക. ഇതാ മനുഷ്യന്റെ കുടുംബത്തിലെ, ആദ്യത്തെ കുടുംബത്തിലെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കാഞ്ഞത്? കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കയീന് വളരെയധികം കോപമുണ്ടായി, അവന്റെ മുഖം വാടി. അപ്പോൾ യഹോവ കയീനോട് സംസാരിക്കുന്നു. അപ്പൊ കോപിക്കുന്നവരോട് ദൈവം സംസാരിക്കും. നീ എന്തിനാ കോപിക്കുന്നതെന്ന് ചോദിക്കും. നമ്മളത് കേൾക്കുന്നുണ്ടോ? യഹോവ കയീനോട് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമായിരിക്കും? അപ്പം നമ്മുടെ മുഖം മ്ലാനമാകുകയും
കോപിക്കുകയും പിറുപിറുക്കുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ കോപിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി എന്താ? എന്തിനാണ് കോപിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ കർത്താവ് വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് ചോദിക്കുന്നുണ്ട്. നീ നല്ലത് ചെയ്യുന്നെങ്കിൽ നീ സ്വീകരിക്കപ്പെടുന്നില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. അപ്പൊ കയൻ ചെയ്തത് നല്ലതായില്ല, നന്മയില്ലാതിരുന്നാ പറയുന്നത്. നന്മ പ്രവർത്തിക്കാൻ, അപ്പൊ ആ യാഗത്തിൽ, ആ ബലിയിൽ കയൻ ചെയ്തത് നല്ല ഹൃദയത്തോടെ അല്ലെന്നാ പറഞ്ഞത്. നീ നല്ലത് ചെയ്യുന്നെങ്കിൽ നീ സ്വീകരിക്കപ്പെടുകയില്ലയോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയാണോ തിന്മയാണോ എന്നുള്ള തിരിച്ചറിവ് നോക്കട്ടോ. നമ്മൾ ചെയ്യുന്നത് നന്മയല്ലെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകുകയില്ല. തിന്മയാണ് ചെയ്യുന്നെങ്കിൽ ദൈവകോപം വരുമെന്നാണ്. അപ്പൊ കയൻ ചെയ്തത് തിന്മയായത് എന്തുകൊണ്ടാണ്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ കയൻ ബലി കഴിക്കാൻ പോയപ്പോൾ കയന്റെ വാതുക്കൽ പാപം കിടപ്പുണ്ടായിരുന്നു. അതിനെ കീഴടക്കാതെയാ ബലി കഴിക്കാൻ പോയത്. നമ്മുടെ എല്ലാവരുടെയും വാതുക്കൽ പാപം കിടപ്പുണ്ട്. ആ പാപത്തിനെ കീഴടക്കാതെ നമ്മൾ എന്താ ചിന്തിച്ചാലും പറഞ്ഞാലും എല്ലാം തിന്മയായിരിക്കും. അപ്പം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ പാപത്തിനെ കീഴടക്കാതെ നമ്മൾ ചിന്തിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതും നേർച്ച നേർന്നതും നിവർത്തിച്ചതുമൊക്കെ നന്മയായിരുന്നോ തിന്മയായിരുന്നോ? ഏതാത്മാവിലായിരുന്നു? അത് തിന്മയുടെ ആത്മാവിലാണെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഉപവാസയോഗത്തിന് പോകുമ്പം, ധ്യാനത്തിന് പോകുമ്പം, പള്ളിയിലേക്ക് പോകുമ്പം, പ്രാർത്ഥിക്കാൻ പോകുമ്പം, കുർബാനയ്ക്ക് പോകുമ്പം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വാതുക്കൽ ആര് കിടപ്പുണ്ട്? പാപം കിടപ്പുണ്ട്. അപ്പൊ ആ പാപത്തിനെ കീഴടക്കുകയേ ചെയ്യണം വരാൻ. പാപത്തിനെ കീഴടക്കാതെ വന്ന് അതും കൂടെ കൂടെ പോരും. നമ്മുടെ വാക്കിലും പ്രവർത്തനം ചിന്തയിലെല്ലാം പാപവും പാപം ചെയ്യിക്കുന്ന തിന്മയും നമ്മുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത്രയും നാളായിട്ടും ദൈവപ്രസാദം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ പാപത്തെ ഇതുവരെ കീഴടക്കിയില്ല. അവിടെയാണ് എൻ്റെ കാര്യം കിടക്കുന്നത്. ഈ പാപത്തെ കീഴടക്കണമെങ്കിൽ നമ്മുടെ ജന്മം മുതൽ തന്നെ അതിന് നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. കയന്റെയും ഹബേലിന്റെയും ജനനത്തിന്റെ പുറയിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഹാബേലിന് ഒരു നല്ല ജനനം കിട്ടി. എന്നാൽ ഹാബേലിന് ജനനത്തിനകത്ത് ചില അപാകതയുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അപ്പൊ ജന്മനാ ലഭിക്കുന്നതായ സ്വഭാവങ്ങൾ നമുക്കുണ്ട്. ആ സ്വഭാവത്തിൽ നിന്ന് വരുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഉണ്ട്. കയേനും ഹബേലും ജനിച്ചപ്പോൾ മുതൽ അവരെ ഭരിക്കുന്ന സ്വഭാവങ്ങൾ അവർക്കുണ്ട്. കയേന്റെയും ഹാബേലിന്റെയും ജനന സമയത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ ചില സൂചനകളുണ്ട്. ഹവ്വ ഗർഭം ധരിച്ച കയീനെ പ്രസവിച്ചു. അപ്പൊ ഹവ്വ പറയുന്നൊരു കാര്യമുണ്ട്. യഹോവയാൽ എനിക്കൊരു പുത്രനെ ലഭിച്ചുവെന്ന് അവൾ പറഞ്ഞു. അത് ശരിയാണോ? ഒരു ഭംഗിവാക്ക് പറഞ്ഞെന്നേ ഉള്ളൂ.
ദൈവം തന്ന ഒരു കൊച്ചിനെയെന്ന്. യോഹന്നാൻ ശ്രീയ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അത് ദൈവം കൊടുത്ത കൊച്ചല്ലെന്ന്. അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട് കാര്യം. 1 യോഹന്നാൻ 3 എടുത്താട്ടെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 3-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിൽ നിങ്ങൾ ആദ്യം മുതൽ കേട്ടിരിക്കുന്ന സന്ദേശം നാം അന്യോന്യം സ്നേഹിക്കണമെന്നാണ്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ കാരണമെന്ന് തന്റെ പ്രവൃത്തികൾ തിന്മയുള്ളവയും തന്റെ സഹോദരന്റെ പ്രവൃത്തികൾ നീതിയുള്ളവയും ആയതിനാൽ അല്ലയോ. അപ്പോൾ കയീന്റെ അപ്പൻ ആരായിരുന്നു? വാസ്തവത്തിൽ ദുഷ്ടനിൽ നിന്നാണ് ജനിച്ചതെന്നാണ് പറയും. അപ്പൊ കയീന്റെ ജനന സമയത്ത് ദുഷ്ടനും കൂടെ ആ ജന്മത്തിൽ പങ്കുചേരാൻ സാധിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജനന സമയത്ത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ദുഷ്ടനും കൂടെ കൂട്ടുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവാത്മാവിനെ വിളിച്ചു വരുത്തി കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് പറയും. അപ്പൊ കയീന്റെ ജനനം മോശമായിപ്പോയി, കാരണം ദുഷ്ടനും കൂടി ആ കൂടെ കൂടിയെന്നാ പറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളുടെ പുറകിൽ നമ്മുടെ ജന്മത്തിലെ വൈകല്യങ്ങളുണ്ട്. ജനന സമയത്തെ വൈകല്യം. ഹവ്വ ഭംഗിവാക്കാ പറഞ്ഞത്. കയീനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഒരു കൊച്ചിനെ തന്നേന്നാണ് പറഞ്ഞത്. വാസ്തവമാണോ? ദൈവത്തിന് അവിടെ സാധനം ഇല്ലായിരുന്നെന്നാണ് പറയും. പിന്നെ ഒരു ഭംഗിവാഹം പറഞ്ഞതേ ഉള്ളൂ ദൈവം തന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവമാകണം തന്നതാകണമെന്നില്ല. ദുഷ്ടനും എല്ലൊക്കെ തരാൻ സാധിക്കും. കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് വന്ന പിശാച് ഈ ലോകം എല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം എന്റേതാ, നിന്റെ വല്യപ്പൻ ആദാമും ഹവ്വായും എനിക്ക് വിറ്റതായത്, ഇപ്പൊ എന്റേതാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കുമ്പിടാമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. ഈ ലോകത്തിൽ കാണുന്ന സകല വസ്തുവകളും ദൈവം ആദാമിനും ഹവ്വായ്ക്കും വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുത്തതാ. പക്ഷെങ്കിൽ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അത് പിശാചിന് വിറ്റു. ഒരു പഴത്തിനാ. വളരെ നിസ്സാരമായ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ചെറിയ വിലയ്ക്ക് ഈ വലിയ വസ്തുവകൾ മുഴുവൻ പിശാചിന് വിറ്റ് കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവിനെ പരീക്ഷിക്കാമെന്ന പിശാച് പറഞ്ഞത് ഈ കാണുന്നില്ല ഇപ്പൊ എന്റേതാണ്, നീ പണ്ട് ആദാമിന് കൊടുത്തതാ, പക്ഷെ അവനത് എനിക്ക് തന്നതാ, എന്റേലാ ഇപ്പൊ ഇരിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഞാനത് തരാം, എന്നെ ഒന്ന് മുമ്പിടാമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അതവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ മത്തായി 4:9 എന്നാ പറയുന്നത്? വീണെന്നെ എന്ന് നമസ്കരിക്കാമെങ്കിൽ ഇതൊക്കെ നിനക്ക് തരാം. നിന്റേതല്ലെന്ന് പറഞ്ഞോ? നിന്റേത് തന്നെയാ, പക്ഷെ നിന്നെ കുമ്പിട്ടിട്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? നല്ല കാര്യമല്ലേ, ഇതെല്ലാം കിട്ടുന്നതല്ലേ, കുമ്പിട്ടേക്കാവെന്ന് പറയും. അപ്പൊ നമ്മൾ പിശാചിനെ കുമ്പിട്ടിട്ടെല്ലാം വാങ്ങിച്ചാൽ നമ്മൾ ആരുടെ വകയാകും? പിശാചിന്റെ വകയാകും. അപ്പൊ ആദാമും ഹവ്വയും ദൈവകൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ട പഴം തിന്ന് അവരെയും ഓർക്കുള്ളതിനെയും പിശാചിനെ വിറ്റിട്ട് അതിന് ശേഷമാണ് കയീൻ ജനിക്കുന്നത്. അപ്പോൾ ആദാമിലും ഹവ്വയിലും ആർക്ക് അവകാശമുണ്ട്? ദുഷ്ടന് അവകാശം വന്നു. അപ്പൊ ദുഷ്ടന്റെയും കൂടെ സന്തതിയാണ് ഈ കയീൻ എന്നാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ച് പിള്ളേരുണ്ടാകുന്നതിന് മുമ്പേ എത്ര ദുഷ്ടന്മാർക്ക് എന്നിൽ അവകാശമുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പിള്ളേരുണ്ടാകുക നല്ലത്. അല്ലെങ്കിൽ ദുഷ്ടന്റെ സന്തതിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇരിക്കപ്രതി ഉണ്ടാകുകയില്ല, പ്രശ്നമായി തീരും. അതുകൊണ്ട് കയീന്റെ കുടുംബ ചരിത്രം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? നിന്നെ കുമ്പിട്ടിട്ട് എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ നിന്നെ തോപ്പിക്കും, ഞാൻ നിനക്ക് മറുവില തന്ന് എന്റെ രക്തം മുഴുവൻ ഊറ്റി തന്ന് ഞാനിത് തിരികെ വാങ്ങിച്ച് എന്റെ മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു.
അപ്പൊ നമുക്ക് വസ്തുവകൾ കിട്ടിയാൽ പോരാ, ജോലിയോ ധനമോ മാനോ ജീവനോ കിട്ടിയാൽ പോരാ, അത് പിശാച് തരാൻ പാടില്ല. ദൈവം തരുമ്പം മതിയെന്ന് പറയുന്ന ഒരു നിഷ്ഠ നമുക്കുണ്ടോ? എങ്ങനെയും കിട്ടിയാൽ മതിയെങ്കിൽ പിശാചിന്റെ കള്ളച്ചെരുക്ക് ഒത്തിരിയുണ്ട്, അതിൽ നമ്മുടെ കെട്ടിയേൽപ്പിക്കും. അപ്പൊ ആദാമിന് ഹവ്വായി അബദ്ധം പറ്റി. ദൈവകൽപ്പന ലംഘിച്ച് ഏദൻ തോട്ടം അവർക്ക് നഷ്ടപ്പെട്ടു, ഭൂമി ശപിക്കപ്പെട്ടു, പാപത്താൽ അവർക്ക് കിട്ടിയതെല്ലാം അവർ വിറ്റ് കളഞ്ഞു. പിശാചിന്റെ കയ്യിൽ അത് കിട്ടി. സർവ്വലോകവും ദുഷ്ടന്റെ അസന്നിധിയിൽ കിടക്കുന്നുവെന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു. എത്രാം വാക്യാന്ന് നോക്കി? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ സർവ്വലോകവും ദുഷ്ടന്റെ അസന്നിധിയിൽ കിടക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എത്രാമത്തെയാ? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് നാം അറിയുന്നു. ആ അറിവ് നമുക്കുണ്ടോ? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, നമുക്ക് കർത്താവ് അത് തരുമ്പം മതി, പിശാച് തരുമ്പം വേണ്ട, അവനെ കുമ്പിട്ടിട്ടും വേണ്ട. ആ ഒരു നിഷ്ഠ നമുക്കുണ്ടോ? ഹവ്വയ്ക്ക് വിലക്കപ്പെട്ട പഴം കിട്ടണമെന്ന വലിയ കൊതിയായി. ആ ഹവ്വ ദൈവത്തെ വിട്ടിട്ട് പിശാചിനെ സ്വീകരിച്ചിട്ട്, ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പിശാച് പറഞ്ഞ കള്ളം വിശ്വസിച്ച് പിശാചിൽ ആശ്രയിച്ചപ്പോൾ അവൾക്കുള്ളതിനെ മുഴുവൻ പിശാചിനെ വിൽക്കുകയായിരുന്നു. പാപത്താൽ വിൽക്കപ്പെടുന്നു എന്നുള്ള കാര്യം യെശയ്യാ 50 എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൂർവികരും പിശാചിനെ വിൽക്കപ്പെട്ടവരാണെങ്കിൽ ആ ദുഷ്ടൻ നമ്മുടെ ജന്മം മുതൽ നമ്മളിൽ അധികാരം പറഞ്ഞ് നമ്മളെ നിൽക്കും. ആ പ്രശ്നത്തിന് പരിഹാരം വന്നെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവൂ. നമുക്ക് സമാധാനമില്ല, അസൂയയും ദുഷ്ടതയും കോപവും ഒക്കെ എപ്പോഴും നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദുഷ്ടന് നമ്മുടെ മേലുള്ള സ്വാധീനം തീർന്നിട്ടില്ല, അവൻ ഇപ്പോഴും നമ്മളെ ഭരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. യെശയ്യാ 50-ാം അധ്യായത്തിൽ തുടക്കം എന്നാ പറയുന്നത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണപത്രം എവിടെ? എന്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിന്നെ വിറ്റ് കളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞു. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ലംഘനങ്ങളാൽ, നമ്മുടെ പൂർവികരുടെ ലംഘനങ്ങളാൽ നമ്മുടെ അമ്മമാര് ഉപേക്ഷിക്കപ്പെട്ട് പിശാചിന്റെ കയ്യിലായി പോവാം. അങ്ങനെ ഹവ്വ, നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും കൂടെ വല്യമ്മച്ചിയായ ഹവ്വ പാപത്താൽ പിശാചിന് വിൽക്കപ്പെട്ടു. അതാണ് പൂർവ്വശാപം, ജന്മഭാവം എന്നൊക്കെ പറയും. നമ്മുടെ ജന്മത്തിൽ, ഒന്നാം ജന്മത്തിൽ കൂടെ ഈ ശാപങ്ങൾ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് കയൻ ദുഷ്ടനിൽ നിന്നാണ് ജനിച്ചത്. ഹവ്വ വല്യമ്മച്ചി ഭംഗിവാക്ക് പറഞ്ഞതേ ഉള്ളൂ, ദൈവം തന്നതാണ്. എന്നാ പറഞ്ഞത്? കയൻ ജനിച്ചപ്പോ പറഞ്ഞെന്നാ നോക്കി. ഇങ്ങനെ നമ്മൾ പലതും പറയും ദൈവം തന്നാന്നൊക്കെ, പക്ഷെ ദൈവം തന്നാകണമെന്നില്ല. പിശാച് തന്നത് ദൈവം തന്നാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുനടക്കാനും സാധ്യതയുണ്ട്. നല്ലവണ്ണം സൂക്ഷിക്കണം. ആദാം തന്റെ ഭാര്യയായ ഹവ്വയുമായി സംഗമിച്ചു. അവൾ ഗർഭം ധരിച്ച് കയനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുത്രനെ ലഭിച്ചു എന്ന് അവൾ പറഞ്ഞു. പക്ഷെ അത് ദുഷ്ടന്റെ സന്തതിയായിരുന്നു എന്നുള്ളത് യോഹന്നാൻ ശ്ലീഹയാണ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മുടെ ഭംഗിവാക്കുകൾ ശരിയാകണമെന്നില്ല, നമ്മുടെ ധാരണകൾ ശരിയാകണമെന്നില്ല. ദുഷ്ടന്റെ അവകാശം തീരാതെ നമുക്ക് നന്മ പ്രവർത്തിക്കാൻ ഒക്കുകയില്ല. തിന്മയുടെ അവകാശമുള്ളപ്പോൾ തിന്മയെ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി യേശു കന്യമറിയാമിൽ നിന്ന് ജനിച്ചിട്ട് 30 കൊല്ലം തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുകയായിരുന്നു. യെശയ്യാ 7:15. യെശയ്യാ 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഈ മനുഷ്യജാതിയെ തിരികെ വിലക്കെടുക്കാൻ വേണ്ടി, തിരികെ വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി, പൊന്നുമല കൊടുത്ത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി തന്റെ ജീവനും തന്റെ ജീവിതവും തന്റെ രക്തവും മുഴുവനും അവന് മറുവില കൊടുക്കാനായിട്ട് ഒരുക്കിയത് എങ്ങനെയാണ്, മെരുക്കിയത് എങ്ങനെയാണ്? ഈ പിശാചിന് അവകാശമില്ലാത്ത വഴിയിലൂടെ ജനിച്ചു. പിശാചിന്റെ ഇഷ്ടം ഒന്നും ചെയ്തില്ല, പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്തു. തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്രാം വാക്യ?
14 15 ചേർത്ത് വായിച്ചാട്ട്, അതുകൊണ്ട് കർത്താവിന് നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നതുവരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ആ പ്രവചനം നിവർത്തിച്ചുകൊണ്ടാണ് കന്യാമറിയാമൻ ജനിച്ച് യേശു 30 കൊല്ലം കാത്തിരുന്നത്. ആ 30 കൊല്ലത്തെ കർത്താവിന്റെ ആഹാരം എന്നതായിരുന്നു? തൈരും തേനും. അതിന്റെ അർത്ഥം എന്നാ? തൈരും തേനും കൊണ്ട് താൻ ഉപയോഗിച്ചത് തിന്മയെ തള്ളാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാണ്. തിന്മയെ തള്ളാൻ കഴിവുള്ളതായ തൈരും തേനും നമുക്ക് കിട്ടുമോ? ദൈവപ്രസാദമുള്ള വാക്ക്, ദൈവപ്രസാദമുള്ള ആരാധന, ദൈവപ്രസാദം ലഭിക്കുന്ന നേർച്ച കാഴ്ചകൾ നടത്താൻ കഴിയണമെങ്കിൽ തിന്മയെ തള്ളാനുള്ള ശക്തി ആർജിച്ചിട്ട് വേണം. തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരൊരു കാത്തിരിപ്പ് ആവശ്യമുണ്ട്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു 30 കൊല്ലം തൈരും തേനും കൊണ്ട് ഉപജീവിച്ചു എന്നാണ് യെശയ്യാ 7:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ആ തൈരും തേനും ഇവിടെ കിട്ടും. ആ തൈരും തേനും നിങ്ങൾക്ക് വേണോ? നമുക്കും തൈരും തേനും കൊണ്ട് ഉപജീവിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്താമെങ്കിൽ തിന്മയെ തള്ളാനും നന്മയെ തിരഞ്ഞെടുക്കാനുള്ള തന്റെ ഇടം നമുക്ക് ലഭിക്കും. നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാമ്പിനെ ചവിട്ടി മെതിച്ച് അവനെ മാറ്റിയതിന് ശേഷം നമുക്ക് നന്മ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ എങ്ങനെയാണ് പാപപ്പാമ്പിനെ ചവിട്ടി മെതിക്കുന്നത്? ആ പാപപ്പാമ്പിനെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? യേശു അതങ്ങനെ സാധിച്ചു. തൈരും തേനും കൊണ്ട് ഉപജീവിച്ചതായ കർത്താവ് പരിശുദ്ധ കന്യാമറിയാം ഈ 30 കൊല്ലം കർത്താവിന് കൊടുത്തതായ തൈരും തേനും എവിടെ നിന്നുണ്ടാക്കിയതാണ്? ഇതേത് തൈരാണ് പാപത്തെ ജയിക്കുവാൻ, തിന്മയെ മാറ്റാൻ കഴിവുള്ളതായി തീരുന്നത്? തൈരുണ്ടാകുന്ന പാലിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പാലിൽ നിന്നാണ് തിന്മയെ തള്ളാൻ കഴിവുള്ള തൈരുണ്ടാകുന്നത്? ഏതാ? വചനമാകുന്ന പാല്. അതെവിടെയാ? 1 പത്രോസ് 2-ാം അധ്യായം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിൽ പത്രോസ് അത് കണ്ടുപിടിച്ചു. ഇപ്പൊ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകണമെങ്കിൽ വചനമാകുന്ന പാല് കുടിക്കണം. രണ്ടാമത് ഒന്നുകൂടെ ജനിക്കണം. 1-ാം ജനനത്തിൽ ദുഷ്ടന് അവകാശമുണ്ട്. പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം തിരിച്ചു എന്നാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്. അപ്പൊ പാപത്തിൽ ആണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാപം വാതിൽക്കലുമുണ്ട്, പാപം അകത്തുമുണ്ട്. അകത്തും പുറത്തും എല്ലാം പാപം ഉള്ളതുകൊണ്ട് ആ പാപത്തെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനമാകുന്ന പാല് കുടിച്ച്, വചനമാകുന്ന പാൽ ഉറയൊഴിച്ച് തൈരുണ്ടാക്കി കഴിക്കാമെങ്കിൽ പാപത്തെ ജയിക്കാൻ സാധിക്കും. എങ്ങനെയാ വചനമാകുന്ന പാൽ ഉറയൊഴിക്കുന്നത്? എങ്ങനെയാ? വചനമാകുന്ന പാല് കുടിച്ചിട്ട് ഹൃദയമാകുന്ന പാത്രത്തിൽ അത് ഉറയൊഴിച്ചു വെക്കണം. രാത്രി കിടക്കാൻ നേരത്തെ വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് വചനമാകുന്ന പാൽ ഉറയൊഴിച്ച് വെച്ച് കിടക്കാമെങ്കിൽ ഉറക്കത്തിനിടയിൽ ഈ പാല് തൈരായിക്കൊണ്ടേയിരിക്കും. പാല് തൈരാകണമെങ്കിൽ അതിന് ഉറ ചേർക്കണം, ഇല്ലേ? അതെവിടെ കിട്ടും? അപ്പം നമ്മുടെ വചനമാകുന്ന പാലിനെ തിന്മയെ തള്ളാൻ കഴിവുള്ള തൈരാക്കി മാറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് അതിൽ വ്യാപരിച്ച് അതിനെ തൈരാക്കി മാറ്റി തരണം. അതെങ്ങനെയാ? 5 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ വചനമാകുന്ന പാല് തൈരായിട്ട് മാറുള്ളൂ. അല്ലെ വളിച്ച് പുളിച്ചൊക്കെ പോകും. വൃത്തികെട്ട പാത്രത്തിൽ പാൽ ഉറയൊഴിച്ച് അങ്ങനെ ഇരിക്കും. അത് ഉറവിടുകയില്ല. അത് വിരിഞ്ഞ് വൃത്തികെട്ട ദുർഗന്ധം വഹിക്കുന്ന സാധനമായിട്ടങ്ങ് മാറും. അപ്പൊ നമുക്ക് വചനമാകുന്ന പാൽ ഉറയൊഴിച്ച് തൈരാക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്നാ? പാത്രം ഇതുവരെയും വൃത്തിയായിട്ടില്ല. വൃത്തികെട്ട പാത്രമാണ്. ഏതെല്ലാം കാര്യമാണ് നമ്മുടെ ഹൃദയമാകുന്ന പാത്രത്തെ വൃത്തികേടാക്കുന്നത്? ചതി, വ്യാജം, അസൂയ, നുണ, ദുഷ്ടത എന്ന് വായിച്ചു നോക്കി. ഈ 5 കൂട്ടം കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് വചനം കുടിക്കുകയും വചനം ഉറയൊഴിക്കുകയും ചെയ്യാമെങ്കിൽ, ധ്യാനിക്കാമെങ്കിൽ അപ്പോൾ ധൈര്യമുണ്ടാവും. ഏതൊക്കെയാ? 1 പത്രോസ് 2:1 മുതൽ എന്നാ പറയുന്നത്?
ചതിവ്, വ്യാജ, അസൂയ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാതെ പാല് കുടിക്കാൻ ആജിപ്പി. അപ്പൊ വചനമെന്ന മായമില്ലാതെ പാല് കുടിക്കുന്നതിന് മുമ്പ് ചതി, വ്യാജം, അസൂയ, നുണ, ദുഷ്ടത ഇവയെല്ലാം നീക്കിക്കളയണം. എന്നിട്ട് പാല് കുടിക്കാമെങ്കിൽ അത് നമുക്ക് പോഷകമാകും. മിച്ചം വരുന്ന പാല് വൈകിട്ട് ഹൃദയത്തിൽ ഉറയൊഴിച്ച് വെച്ച് കിടക്കാമെങ്കിൽ നേരം മുടക്കുമ്പോൾ നല്ല കട്ട തൈരായിരിക്കും. ആ തൈരിനകത്തോട്ട് കുറച്ച് ഒരു തേനും കൂടെ അങ്ങോട്ട് ചേർത്താൽ നല്ല രസമാണ് അത് കഴിക്കാൻ. എന്താ, തൈരും തേനും കൂടെ കൂട്ടിയാൽ നല്ല രസമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇത്രയും നാളായിട്ടും വചനമാകുന്ന പാൽ ഉറയൊഴിച്ചിട്ട് തൈര് കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തിന്മയെ തള്ളാൻ സാധിക്കാത്തത്. കോപം മാറാത്തത്, അസൂയ മാറാത്തത്, ദുഷ്ടത മാറാത്തത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇതുവരെയും രാത്രിയിൽ ഉറവിടാനായിട്ട് നമുക്ക് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ചതി, വ്യാജം, അസൂയ, നുണ, ദുഷ്ടത ഇവയെല്ലാം മാറ്റാൻ ദൈവമേ എന്നെ സഹായിക്കണം. യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ, നിന്റെ നാമത്താൽ എന്നെ ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് വചനമാകുന്ന പാൽ ഉറചേരുന്ന ഉറകൂടുന്ന സ്ഥലമായി മാറി എല്ലാ പ്രഭാതത്തിലും വചനമാകുന്ന പാല്, വചനമാകുന്ന തേൻ ചേർത്ത് കഴിക്കാൻ പഠിക്കണം. വന്ന വചനവും വരുന്ന വചനവുമുണ്ട്. വചനം വന്നുകൊണ്ടിരിക്കുന്നതും വന്നതുമുണ്ട്. വേദോത്സവത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ വന്ന വചനങ്ങളാണ്. വന്ന വചനങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും കിട്ടത്തക്കവണ്ണം അത് ഭദ്രമായി സൂക്ഷിച്ച് ഇതിനകത്ത് വെച്ചിരിക്കുക. പാല് അധികം വരുമ്പോൾ അത് പാൽപ്പൊടിയാക്കുന്ന പരിപാടി ഇപ്പോൾ ഉണ്ട്, കേട്ടിട്ടുണ്ട്. പാല് ചീത്തയായി പോകാതിരിക്കാൻ പാൽ അധികമുള്ള പാലൊക്കെ പാൽപ്പൊടിയാക്കി ടിന്നിനകത്താക്കി വെച്ച് വേണ്ടിയപ്പോൾ പൊടി എടുത്ത് വെള്ളത്തിനകത്തിട്ട് കലക്കി പിന്നെ പാലാക്കാൻ സാധിക്കും. അപ്പൊ ഈ വേദോത്സവത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളെല്ലാം പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും ദൈവം പണ്ട് കൊടുത്തതായ വചനങ്ങൾ അവരെ എല്ലാ കാലത്തും ഉള്ളവർക്ക് വേണ്ടിയപ്പോൾ പാല് കുടിക്കാൻ വേണ്ടി പാൽപ്പൊടിയാക്കി വെച്ചിരിക്കുക. അതിനെ നിങ്ങൾ കലക്കി കുടിച്ചോണം. എന്താ, അപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനമാണത്. ഈ വന്ന വചനം പൊടി പോലെ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ പൊടി കലക്കാനുള്ള വെള്ളം ഏതാണെന്നറിയാവോ? ആലോചനകളാകുന്ന വെള്ളം. സദൃശവാക്യം 20:5. സദൃശവാക്യം 20:5 നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളാകുന്ന വെള്ളത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന പാൽപ്പൊടി അങ്ങോട്ട് കലക്കി അതിനെ കാച്ചി കുടിക്കാൻ സാധിക്കും. എന്നിട്ട് ആറിക്കഴിയുമ്പോൾ ഉറയൊഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ എഴുതപ്പെട്ടതായ വചനങ്ങൾ വന്ന വചനമാണ്. വന്ന വചനം ഇന്ന് ചീത്തയായി പോകാതെ എല്ലാ കാലത്തും എന്നും കിട്ടാൻ തവണ്ണം പൊടി പോലെ വേദോത്സവത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, എഴുതപ്പെട്ടു വെച്ചിരിക്കുന്നു. അതിനെ നമ്മുടെ ആലോചനകളാകുന്ന വെള്ളത്തിൽ കലക്കി വേണം അത് കുടിക്കാനും ഉറയൊഴിക്കാനും. അത് സാധിക്കുമോ? എത്രയാ സദൃശ്യവാക്യം 25 എന്നാ പറയുന്നു? മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളമാണ്, വിവേകമുള്ള പുരുഷൻ അത് കോരിയെടുക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളാകുന്ന വെള്ളം വിവേകമുള്ള പുരുഷനെ കൊണ്ട് കോരിയെടുപ്പിക്കണം. വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വീട്ടുകാരനെ കൂടെ വിളിച്ച് രണ്ടുപേരും കൂടെ വെള്ളം കോരുന്ന പോലെ ഹൃദയത്തിലെ ആഴമുള്ള ആലോചനകളാകുന്ന വെള്ളം ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് കോരിയെടുത്ത് അത് വചനമാകുന്ന പൊടി കലക്കി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാം വചനമാകുന്ന പാൽപ്പൊടി വചനം കുടിക്കാൻ കൊള്ളാവുന്ന ആ പാനീയമാക്കി മാറ്റി ബാക്കിയുള്ളത് ഉറയൊഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് തിന്മയെ തള്ളാൻ സാധിക്കും. അപ്പൊ ധ്യാനം എന്ന് പറയുന്ന ഇതാണ്. എഴുതപ്പെട്ടതും പാൽപ്പൊടി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുമായ വചനത്തെ എടുത്ത് ആലോചനകളാകുന്ന വെള്ളത്തിൽ കലക്കി ദൈവസ്നേഹത്തിന്റെ അഗ്നിയിൽ അത് തിളപ്പിച്ച് അത് ആറ്റിച്ച് കുടിച്ചോണ്ട് പോവുക. ഇന്നത്തേക്ക് കുടിക്കാനുള്ള പാലായപ്പോ എന്താ, അപ്പൊ ഇത്രയും നേരം ആയപ്പോഴത്തേക്കും പാൽപ്പൊടിയിൽ വെള്ളം ചേർന്നു, കലങ്ങിക്കഴിഞ്ഞു, അത് തിളച്ചോണ്ടിരിക്കുക. അപ്പൊ അല്ലേ ആരിച്ച് കുടിച്ചു പോയാൽ മതി, സമയം തീരാറായി. അപ്പൊ അങ്ങനെയാണ് എല്ലാ ദിവസവും ഈ പാൽപ്പൊടി ടിന്നു കൊണ്ട് നിങ്ങൾ നടക്കുക. പക്ഷേ ഈ പൊടിയെടുത്ത് കലക്കുന്നുണ്ടോ അത് പഠിക്കണം. അപ്പോൾ വചനമാകുന്ന പാൽപ്പൊടി കലക്കിയെടുത്ത് കുടിക്കാൻ പഠിക്കണം. ഇനി വചനമാകുന്ന പാൽ മാത്രമല്ല, വചനം തേൻ പോലെ കിട്ടുമെന്നുള്ള കാര്യം 119 സംഗീതത്തിലുണ്ട്.
119 സങ്കീർത്തനത്തിൽ വചനം പാല് മാത്രമല്ല, പാൽപ്പൊടി മാത്രമല്ല, തേനും കൂടിയാണെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം തേൻ പോലെ നമുക്ക് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പുഷ്പിക്കാമെങ്കിൽ, ആ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ വചനമാകുന്ന തേൻ നമുക്ക് കർത്താവിന് കൊടുത്തിട്ട് കർത്താവിന്റെ ഹൃദയത്തിലെ തേൻ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള ആരും ഓർപ്പിക്കും. എത്രാം വാക്യത്തിലാ? 119 സങ്കീർത്തനത്തിൽ 103 വാക്യത്തിൽ എന്നാ പറയുന്നു? തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരമാണ്, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലതാണ്. അപ്പൊ തേനിൽ നല്ലതായ വചനം, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം തേൻ പോലെ നമുക്ക് കിട്ടും. ആ തേനും വന്ന വചനമാകുന്ന പൊടിയും കലക്കി രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രുചികരമായ ഒരാഹാരമായി തീരും. ഇത് നമ്മുടെ രാവും പകലും ഈ തേനും പാലും ചേർന്നുള്ളതായ ഈ ആഹാരം, അതാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തി തിന്മയെ തള്ളുന്ന നന്മ തെരഞ്ഞെടുക്കാൻ കഴിയുള്ള അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തുന്നു. അപ്പൊ നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാമ്പിനെ ചവിട്ടണമെങ്കിൽ റോമാലേഖനം 16:19-20 ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാപപ്പാമ്പിനെ ചവിട്ടി മെതിച്ച് അതിനെ തോൽപ്പിക്കണമെങ്കിൽ തിന്മയെ അറിയാത്തവരും നന്മയെ മാത്രം അറിയുന്നവരുമായി നമ്മൾ അനുസരണമുള്ളവരായി നമ്മൾ വളരാമെങ്കിൽ നമുക്ക് നമ്മുടെ പാപപ്പാമ്പിനെ വളരെ വേഗം ചവിട്ടാൻ സാധിക്കുമെന്ന് റോമർ 16:19-20 വാക്യങ്ങളുണ്ട്. റോമർ 16:19-20 വാക്യം എന്നാ പറയുന്നത്? നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അപ്പം നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളുമാകണം. എല്ലാവർക്കും ചേർന്നെന്ന് പറയാവോ? നമ്മൾ തിന്മയെ അറിയാത്തവരും നന്മയെ മാത്രം അറിയുന്നവരുമായി തീർന്നാൽ മാത്രമേ പിശാചിനെ നമുക്ക് നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാപപ്പാമ്പിനെ വേഗത്തിൽ ചവിട്ടാൻ സാധിക്കുന്നവർ. അടുത്ത വാക്യം എന്നാ പറയുന്നത്? സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാലിന്റെ കീഴെ ചതച്ചു കളയും. അപ്പൊ പാപപ്പാമ്പിനെ നമ്മുടെ കാലിന്റെ കീഴെ ചവിട്ടിക്കളയണമെങ്കിൽ അനുസരണമുള്ളവരായി തിന്മയെ അറിയാത്തവരും നന്മ മാത്രം അറിയുന്നവരുമാകാൻ, തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപയോഗിച്ച് യേശുവിനെ നമ്മുടെ അകത്ത് വളർത്തണം. മാമോദീസാൽ യേശു നമ്മുടെ ഉള്ളിൽ ജനിച്ചതാ. ആ യേശു വളർന്നു വന്നെങ്കിൽ മാത്രമേ ഈ തിന്മയെ തള്ളി നന്മയെ തീർക്കുന്ന പ്രായമായി ആ യേശു നമുക്ക് പാപത്തിന്മേൽ വിജയം നൽകുകയുള്ളൂ. പാപത്തിന് മരിച്ച നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പാപ സാഹചര്യങ്ങളിൽ പാപം ചെയ്യാതെ പാപത്തെ തള്ളിമാറ്റി നന്മ മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് സ്വതന്ത്രമായി വളരാൻ സാധിക്കുമെന്ന് റോമർ 6 പറയുന്നു. മാമോദീസായിൽ അതിനുള്ളതായ വീണ്ടും ജനനത്തിന്റെ അനുഭവം നമുക്ക് തരുന്നു. ഒന്നാം ജനനം ദുഷ്ടനും കൂടി അവകാശമുള്ളതായതുകൊണ്ട് രണ്ടാമത് ഒന്നുകൂടെ ജനിക്കാമെങ്കിൽ ആ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ പാപത്തിന് മരിച്ച നീതിക്ക് ജീവിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കുമെന്ന് റോമർ 6 പറഞ്ഞിരിക്കുന്നത്. എത്രാം വാക്യത്തിലാണെന്നറിയാവോ? റോമർ 6 മാമോദീസായുടെ അന്ന് വായിക്കുന്ന വേദഭാഗമാണ് റോമർ 6. നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. നമ്മൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാകാൻ വീണ്ടും ജനിക്കുന്ന അനുഭവം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. 6:12 എന്ത് പറയുന്നു? ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുമാറ് വാഴരുത്. നമ്മളെ വാഴേണ്ടത് കർത്താവാണ്, പാപമല്ല. കർത്താവ് നമ്മളെ ഭരിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വളരണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരണം കൊണ്ട് വായിച്ചാട്ട്. എന്നിട്ട് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. എന്നാ ചെയ്യണം? ആയുധങ്ങളായി സമർപ്പിക്കും. അപ്പൊ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധിക്കും. അപ്പൊ പാപം നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ നന്മ മാത്രം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് യേശു നമ്മളെ തിന്മയെ തള്ളി നമ്മെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് വിജയിച്ച യേശു
നമ്മളെ വാഴണം, നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. അതെവിടെ എഴുതിയിരിക്കുന്നത്? കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലുണ്ടത്. കൊലോസ്യർ 4:16 കൊലോസ്യ സഭക്കാർക്ക് പൗലോസ്ലീഹ കൊടുത്ത ഒരു സന്ദേശമാണ്, നമ്മൾക്ക് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഐശ്വര്യമായി വളർന്ന് അവൻ നമ്മളെ ഭരിക്കുകയാണെങ്കിൽ പാപപാപമിനെ തലചതച്ച് യേശു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ സഭയിലെയും സമൂഹത്തിലെയും പാപത്തിനെ ചവിട്ടി മെതിച്ച് കളയും. എത്രാം വാക്യ? കൊലോസ്യർ 4:16 എന്നാ പറയുന്നു? നിങ്ങളുടെ ഇടയിൽ ആ ആ ആ ഇനിയും 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 12-ാം വാക്യം. ആ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി പോരാടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നാ ചെയ്തു? കൊലോസ്യ സഭയിൽ യേശു ക്ഷേമമായി വളർന്ന കാര്യം ഈ കൊലോസ്യ 4-ാം അധ്യായത്തിന്റെ ഒരു വാക്യത്തിലുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വചനം ഐശ്വര്യമായി വളരണം, അവൻ നമ്മളെ ഭരിക്കണമെന്നൊരു വാക്യമുണ്ട്. അത് എത്രാം വാക്യമാണെന്ന് നിങ്ങൾ കണ്ടോ? 6-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? ആ അതെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വാഴണം, പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കണം, ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മൾ വസിക്കണം എന്നൊക്കെയുള്ളതായ സന്ദേശങ്ങൾ ഈ കൊലോസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ആയിരിക്കണം. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളെ അറിയിക്കും. പന്ത്രണ്ടാം വാക്യത്തിൽ നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്ന് പറയും. അപ്പോൾ പ്രാർത്ഥനയിൽ പോരാടി നമ്മളുടെ ഹൃദയത്തിൽ വചനമാകുന്ന പാൽ ഉറയൊഴിച്ച് അത് തൈരാക്കി വചനമാകുന്ന പാല് അതോട് ചേർത്ത് അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്താൽ അവൻ നമ്മുടെ വാതിൽക്കൽ കിടക്കുന്ന പാപപ്പാമ്പിനെ ചതച്ച് നമുക്ക് വിജയം നൽകുമെന്നാണ് റോമർ 16:19-20 വാക്യം നമ്മൾ കേട്ടത്. അങ്ങനെ വേഗത്തിൽ സാത്താനെ നമ്മുടെ മുമ്പിൽ ചതച്ച് കളയുവാൻ തക്കവണ്ണം കർത്താവിന്റെ വചനം നമ്മളിൽ ഐശ്വര്യമായി വാഴട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം തീർന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പം നമ്മുടെ തൈരും തേനും കൊണ്ടുള്ള ഉപജീവനമാണ് ഈ ചാനലിൽ കൂടെ സാധിക്കുന്നത്. നമ്മുടെ തലകളെ ഉണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കയീൻ ബലി കഴിച്ചത് ദൈവത്തിന് പ്രസാദകരമാകാതെ പോയത് അവന്റെ ജന്മം മുതലേ പിശാചിന് അവനിൽ അവകാശം ഉണ്ടായിരുന്നത് അവനറിയാതെ അവന്റെ വാക്ക്, പ്രവൃത്തി, അവന്റെ ആരാധന, അവന്റെ പ്രാർത്ഥന മുതലായവയിൽ
തിന്മയ്ക്ക് അവകാശം ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ദൈവപ്രസാദം ലഭിച്ചില്ല എന്ന് ഞങ്ങൾ കേട്ടു. കർത്താവെ, ഞങ്ങളുടെ ഒന്നാം ജന്മത്തിൽ കൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഒരു ദുഷ്ടനും കൂടെ ഞങ്ങളിൽ അവകാശം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് 51 സങ്കീർത്തനം എഴുതിയ ദാവീദ് പറയുന്നത് പോലെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിനും കൂടെ ഞങ്ങളുടെ സ്വാധീനമുള്ളതുകൊണ്ട് പാപത്തെ ജയിച്ചവനായ യേശു ഞങ്ങളിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം തന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വീണ്ടും ജനനത്തിന്റെ അനുഭവം തുടങ്ങിയിരിക്കുന്ന മാമോദീസായിലെ ആ അനുഭവം വളർന്ന് യെഹെസ്കേൽ 47 പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ജീവജല നദി ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഒഴുകി ഞങ്ങളുടെ അവയവങ്ങൾ മുഴുവനും അതിൽ കുളിച്ച് അങ്ങനെ ഞങ്ങൾ തിന്മ തൊടാത്ത അവസ്ഥയിലെത്തി ഞങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയുടെ സന്ദേശം തന്നതിനാൽ നന്ദി പറയുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലെ ദൈവപ്രസാദം നഷ്ടപ്പെടുത്തിയതായ ദുഷ്ടനെ ഞങ്ങൾ ദൂരീകരിപ്പാൻ, ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാനും, ഞങ്ങളുടെ ഹൃദയത്തിൽ വചനമാകുന്ന പാല് ഒരയൊഴിക്കുവാനും, അങ്ങനെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം തേൻ പോലെ സ്വീകരിപ്പാനും, തേനും തൈരും കൂടെ ചേർത്ത് ഞങ്ങൾ ഉപജീവനം കഴിക്കുന്ന ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ യേശുവിനോടൊപ്പം മുഖം വഹിച്ച് തിന്മയത്തിൽ നമ്മെ തീർക്കുന്ന പ്രായമാകുന്നവർ തൈരും തേനും കൂടെ ഉപജീവിച്ച് യേശുവിനെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഉള്ളിൽ വളർത്തി ആ യേശുവിനോടൊത്ത് യേശുവിന്റെ എല്ലാ രക്ഷന്റെ വേലകളും ഞങ്ങൾ സ്വന്തമാക്കി ജന്മസാവല്യം അടയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,